ഓക്കെ, നോബൽ ബാരിക്കാരൻ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നോബൽ ബാരിക്കാരൻ, KPCC ഇപ്പോഴെങ്കിലും ഈ തീരുമാനമെടുത്തത് ഹൈക്കമാൻഡിന് പരാതിയായിട്ട് ഈ പെൺകുട്ടിയെ അയച്ച കത്ത് കിട്ടുന്നു. അത് ദേശീയതലത്തിൽ പോലും കോൺഗ്രസിനെതിരെ ആയുധമാക്കാൻ BJP ശ്രമിച്ചേക്കാമെന്നൊരു തിരിച്ചറിവോടുകൂടിയാണോ? ഇപ്പോൾ ഹൈക്കമാൻഡ് KPCCക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് അതൃപ്തരല്ലേ ഈ വിഷയം കൈകാര്യം ചെയ്ത കാര്യത്തിൽ? നോബൽ, അരുൺ, ഹൈക്കമാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വലിയ അതൃപ്തിയിലാണ് ഉള്ളത്. ആ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന നിലപാട് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും ചെയ്തത്. ഏതാണെങ്കിലും ഇപ്പോഴും പന്ത് KPCC കോർട്ടിൽ തന്നെയാണ്. KPCC ഏത് നിമിഷം രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാനുള്ള നിർദ്ദേശം നൽകുകയോ അത്തരത്തിലൊരു കത്ത് ഹൈക്കമാൻഡ് കൈമാറുകയും ചെയ്തു. മറ്റ് കാലതാമസങ്ങൾ എന്താണെങ്കിലും ദില്ലി കേന്ദ്രീകരിച്ച് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിലില്ല. ആ നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രധാന നേതാക്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ അതിജീവിത പരാതി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ദേശീയ തലത്തിൽ ആദ്യഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം BJP സജീവമായി ഉയർത്തിയതാണ്. പിന്നീട് അതിലൊരു കുറച്ച് കാലതാമസം ഉണ്ടായി. എന്നാൽ വീണ്ടും ഇപ്പോൾ ഇത് സജീവമായി തന്നെ മാധ്യമങ്ങളിലേക്ക് ശ്രദ്ധയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ദേശീയ തലത്തിൽ ഈ വിഷയം വീണ്ടും, പ്രത്യേകിച്ച് MLA ഒളിവിൽ കൂടി പോയ സാഹചര്യത്തിൽ ഇത് വീണ്ടും ചർച്ചയിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. പാർലമെന്റ് നടക്കുന്ന സമയമാണ്. പാർലമെന്റിലടക്കം ഇത് ഉയർന്നേക്കാമെന്നൊരു ആശങ്ക കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു ചർച്ചകളിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ അവമതിപ്പ് ദേശീയ തലത്തിൽ പാർട്ടിക്കുണ്ടാവും. പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായി. അത്തരത്തിൽ പാർട്ടി ആകെ മൊത്തത്തിൽ നാണക്കെട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനൊരു വിഷയം കൂടി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് ഹൈക്കമാൻഡ് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കൾ നിലപാട് സ്വീകരിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിരുന്നെങ്കിൽ അതിലല്പം കടുപ്പിച്ച് കേരളത്തിലെ നേതാക്കൾ എത്രയും വേഗം നിലപാട് എടുക്കട്ടെ എന്നൊരു സമീപനം ഹൈക്കമാൻഡ് എടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇന്നലെ കൂടി ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ പുറത്തേക്ക് വന്ന പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിലാണ് എന്താണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും KPCCയിൽ നേതാക്കൾ എന്ത് തീരുമാനമെടുത്ത് ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു, അതിൽ പിന്നീട് ഒരു കാലതാമസം ഉണ്ടാകാതെ തന്നെ ഉടൻ തന്നെ അതിൽ ബാക്കി നടപടികൾ ഹൈക്കമാൻഡ് പൂർത്തിയാക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ കേരളത്തിലെ നേതാക്കളുമായി സംസാരിച്ചിരുന്നു എന്നും അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും കേരളത്തിലെ KPCC താല്പര്യമാണ് ഇത് ഹൈക്കമാൻഡ് പ്രധാനമായും ഉയർത്തിപ്പിടിക്കുക. പക്ഷേ നേരത്തെ ഈ വിഷയം കൈകാര്യം ചെയ്തതിലൊക്കെ ചില അതൃപ്തി ഹൈക്കമാൻഡ് ഉണ്ട് എന്ന സൂചനയും ഇക്കാര്യത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഇത് കൂടുതൽ ചർച്ചയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി, കൂടുതൽ വഷളാകുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കി. ആ വിലയിരുത്തൽ ഹൈക്കമാൻഡുമുണ്ട്. സംസ്ഥാനത്തെ സാഹചര്യം നിരന്തരം KPCCയുടെ സാഹചര്യമൊക്കെ ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലൊക്കെ പ്രധാനമായി താല്പര്യമുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം, അവിടുത്തെ MP കൂടിയായ പശ്ചാത്തലം. അത്തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ സജീവമായി തന്നെ ചർച്ചയിലേക്ക് വന്നതിലൊക്കെ വലിയ അതൃപ്തി ഹൈക്കമാൻഡ് ഉണ്ട്. എന്നാണെങ്കിലും എത്രയും വേഗം തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്താണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ, ഇപ്പോൾ റോഷ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെയാണെങ്കിൽ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താകണം തീരുമാനമാണ് കേരളത്തിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായും മറ്റു കാലതാമസങ്ങൾ ഇവിടെ ഉണ്ടാകില്ല. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്നുകൂടി പുറത്തേക്ക് പോകുന്ന സാഹചര്യം എന്താണെങ്കിലും പൂർണ്ണമായും അധ്യായം പൂർണ്ണമായി അടയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അരുൺ, താങ്ക് യു. നോബൽ തുടരുക. കൂടുതൽ നീക്കങ്ങൾ. നമുക്ക് ആദ്യം ഈ വാർത്ത ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് KPCC.